പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന്, ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാർക്കിമോർ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 2ാമത്തെ ഞായറാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിന്ന് വായിച്ച് കേട്ട വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിൽ ഈ വചനം ആരംഭിക്കുന്നത് മത്തായി 10:38 ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. അപ്പോൾ കുരിശ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? സഹനം, ഇല്ലേ? അപ്പോൾ സഹനത്തെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ? സഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേട്ടത് തന്നെ വീണ്ടും പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്നാൽ ഇതിൻ്റെ ഒരു സഹനത്തിൻ്റെ മറ്റൊരു തലമുണ്ട്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് സഹനം നമുക്കറിയാം എന്താ? എൻ്റെ ജീവിതത്തിൽ വരുന്ന ചില സങ്കടങ്ങൾ, ഇപ്പോൾ രോഗമായിരിക്കാം, അല്ലെങ്കിൽ പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സന്തോഷമില്ല, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അതൊരു സഹനമാണ്. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ ചില നിമിഷങ്ങൾ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഇല്ലേ? അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ട്, ഇല്ലേ? പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു തലമുണ്ട്. അതെന്താണെന്നറിയാമോ? മറ്റുള്ളവരുടെ സഹനങ്ങൾ സ്വന്തം സഹനങ്ങളായി കണ്ട് സ്വീകരിക്കുക. അതാണ് സഹനത്തിൻ്റെ മറ്റൊരു തലം. ഇത് നമ്മൾ ഇതിനു മുമ്പ് കേട്ടതൊക്കെ എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ, ഇല്ലേ, എൻ്റെ സ്വന്തം സഹനം. അത് മാത്രമല്ല എൻ്റെ മക്കളെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുണ്ട്, ഇല്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തിലെ ചില കുറവുകൾ, ചില സഹനങ്ങൾ, അത് എൻ്റെ സ്വന്തം സഹനമായി കണ്ട്, എൻ്റെ സ്വന്തം കുറവായി കണ്ട് ആ കുരിശു എടുത്തുകൊണ്ട് ഞാൻ യേശുവിനെ അനുഗമിക്കണം. മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുടുംബജീവിതം, ഭർത്താവ്, ഭാര്യ, മക്കൾ കുടുംബജീവിതം നയിക്കുമ്പോൾ, ഒരു കുടുംബജീവിതം അത് ആത്മീയമായ തലത്തിൽ ആത്മീയമായൊരു സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? തൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ് സ്വന്തം കുറവായി കണ്ടുകൊണ്ട് ആ കുരിശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക. അങ്ങനെ യേശുവിനെ അനുഗമിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? യേശുവിനെ അനുഗമിക്കുമ്പോൾ തൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ് കണ്ടിട്ട് ഒരിക്കലും ലോകം പറയുന്നത് പോലെ ഈ വ്യക്തിയെ ഇനി വേണ്ട ചിന്തിക്കില്ല, കേട്ടോ? അതങ്ങനെയാണ്. ഇപ്പോൾ ഭർത്താവ് പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണെന്ന് വെച്ചോ. ഭർത്താവ് പ്രാർത്ഥിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ പ്രാർത്ഥനയില്ല, ഭർത്താവിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. കുടുംബമെല്ലാം നോക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥനയൊന്നുമില്ല, പള്ളി വരില്ല, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, കുർബാനയില്ല, കുമ്പസാരമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യണം? ഭാര്യയായി നീ ആ ഭർത്താവിൻ്റെ കുറവ് കണ്ടിട്ട് കുറ്റം പറഞ്ഞ് നടക്കുകയല്ല, പിന്നെ എന്ത് ചെയ്യണം? ഭാര്യയായി നീ നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന എന്ന കുറവിനെ നീ ഏറ്റെടുത്തുകൊണ്ട് നീ പ്രാർത്ഥിച്ച് നിൻ്റെ ഭർത്താവിൻ്റെ പ്രാർത്ഥന എന്ന കുറവിനെ മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. അതാ സ്വന്തം കുരിശെടുത്ത് ഈശോ അനുഗമിക്കുക എന്ന് പറയുന്നത്. തിരിച്ചും, ഇല്ലേ? ഇപ്പം ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ ജീവിത പങ്കാളി, ഭാര്യ നിന്നെ സ്നേഹിക്കാത്തൊരു വ്യക്തിയാണ്, നിന്നെ സ്നേഹിക്കുന്നില്ല, നിന്നോട് മിണ്ടില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിൽ വന്നിട്ട് നിന്നോട് ഒരു നല്ല വാക്ക് നിൻ്റെ ഭാര്യ പറയില്ല എന്ന് വെച്ചോ.
അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മക്കളുടെ മുമ്പിൽ വെച്ച് തൻ്റെ ഭർത്താവിനെ ഒരുമാതിരി കൊച്ചാക്കി സംസാരിക്കുന്ന ചില ഭാര്യമാരുടെ പ്രവൃത്തി ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കി പറയുക, മക്കളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ അങ്ങ് തരം താഴ്ത്തുക. ഭർത്താവിൻ്റെ ആ ഒരു നിലയും വിലയും ഭാര്യ മറന്ന് ചിന്തിക്കുക, ജീവിക്കുക. അങ്ങനെയൊക്കെ നിൻ്റെ ഭാര്യ ഒരു പക്ഷേ പെരുമാറുമ്പോഴും നീ ശ്രദ്ധിക്കേണ്ടെന്നറിയാമോ? നീ അത് കണ്ടിട്ട് എനിക്കിതിനെ വേണ്ട, എനിക്കിത് വേണ്ട, അല്ലെ എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്കിത് കിട്ടുന്നില്ല, ലഭിക്കുന്നില്ല, ഞാൻ എന്നാൽ ലഭിക്കുന്നിടത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നീ വഴിമാറി പോവുകയല്ല. അങ്ങനെ നീ വഴിമാറി പോകുമ്പോൾ നിൻ്റെ ജീവിതം നീ പാപത്തിലേക്ക് വീഴുന്നു, നിൻ്റെ ജീവിതം നീ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നിൻ്റെ ജീവിതത്തിലെ നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ ഭാര്യ ഒരു പക്ഷേ നിനക്കെതിരെ നിൽക്കുന്ന സ്നേഹിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് നിൻ്റെ കുറവായിട്ട് നീ എടുക്കണം. നിൻ്റെ കുറവായിട്ട് നീ എടുത്തിട്ട് അതിനെ നീ നികത്തണം. എങ്ങനെയെന്നറിയാമോ? പ്രാർത്ഥന കൊണ്ടും നീ നികത്തണം. പ്രാർത്ഥന കൊണ്ട് ദൈവനാമത്തിൽ നിൻ്റെ ഭാര്യയെ നീ സ്നേഹിച്ചുകൊണ്ടും നിൻ്റെ ഭാര്യ നിന്നെ സ്നേഹിക്കാത്ത ആ ഒരു കുറവുണ്ടല്ലോ, അത് ദൈവനാമത്തിൽ നീ തിരിച്ച് സ്നേഹിച്ച് ആ കുറവ് നീ നികത്തണം. അതാണ്. അപ്പോൾ ആ കുരിശെടുത്ത് നീ അനുഗമിക്കുക ഈശോയെ. ഈശോ അതാണ് എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ചത്. ഈശോ അതാ പഠിപ്പിച്ചത്. മനസ്സിലായോ? നമുക്കറിയാം അന്ത്യത്താഴ വേളയിൽ ഈശോ എന്താ ചെയ്തേ? യേശു താൻ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനും ഒരു വശത്തുണ്ട്, തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസും മറുവശത്തുണ്ട്, ഇല്ലേ? ഈശോ അപ്പം എടുത്ത് തൻ്റെ ശരീരമാക്കി വീഞ്ഞെടുത്ത് തൻ്റെ രക്തമാക്കിയിട്ട് ആദ്യം ആർക്കാണ് കൊടുക്കുന്നത്? തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസിന് ആദ്യം കൊടുക്കുന്നത്. യൂദാസിനാണ്. അതൊരു വലിയ പാഠം ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ ശിഷ്യന്മാരോട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ, ഇല്ലേ? അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. മനസ്സിലായോ? ഈ ഒരു തിരിച്ചറിവ്. ഇപ്പം നിൻ്റെ മക്കൾ ഒരു പക്ഷേ വഴിപിഴച്ച് ജീവിക്കുന്നവരാന്ന് വെച്ചോ. പല കുടുംബങ്ങളും കണ്ടിട്ടുണ്ട്, മാതാപിതാക്കളൊക്കെ നല്ല പ്രാർത്ഥനയിൽ ജീവിക്കുന്നുണ്ട്, പക്ഷേ മക്കൾ പലപ്പോഴും വഴിപിഴച്ചാണ് ജീവിക്കുന്നത്. അപ്പനും അമ്മയും പള്ളിയിൽ വരും, മക്കൾ പള്ളിയുടെ പടി പോലും കണ്ടിട്ടില്ല. അപ്പനും അമ്മയും ഈ നാടിന് ഉപകാരവും ചെയ്ത് സഭയെ സ്നേഹിച്ച് ഈശോയെ സ്നേഹിച്ച് അപ്പനും അമ്മയും ജീവിക്കും. മക്കൾ നാടിനും വീടിനും സഭയ്ക്കും ഭാരമായി തീർന്ന് ജീവിക്കും. അങ്ങനെ പല വീടുകളും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൻ്റെ മക്കൾ ജീവിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ മാതാപിതാക്കളായി നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മക്കളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ നിൻ്റെ മക്കൾ ജീവിക്കുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഇത് ക്രിസ്തുമതം പഠിപ്പിക്കുന്നതാണ്, ഇത് ഈശോ പഠിപ്പിക്കുന്നതാണ്. ഇത് ലോകത്തിലെ വേറെ ഒരു മതവും പഠിപ്പിക്കില്ല. അത് ഞാനിവിടെ എഴുതി ഒപ്പിട്ട് തരാം. ലോകത്തിലെ ഒരു മതവും ഇത് പഠിപ്പിക്കില്ല. ലോകത്തിലെ ഒരു ചിന്തകളും ഇത് പഠിപ്പിക്കത്തില്ല. ലോകത്തിലെ ഏത് വലിയ എഴുത്തുകാരനും തൻ്റെ പുസ്തകത്തിൽ ഇത് എഴുതിയിട്ടില്ല. ഒരൊറ്റ പുസ്തകത്തിലെ ഇതിങ്ങനെ എഴുതിയിട്ടുള്ളത് അത് വിശുദ്ധ ബൈബിളിലാണ്. അത് ഒറ്റ ഒരാളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് ഈശോയാ. അതിൽ നിന്നാണ് പറയുന്നത്, എൻ്റെ മക്കളെ, നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ വേണ്ട. അങ്ങനെയൊക്കെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കെതിരെ നിൽക്കുമ്പോഴും നിങ്ങളുടെ ചങ്കിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ മക്കളെ ഒരിക്കലും പറിച്ചു കളയരുത്. അവർ പറിച്ചു കളഞ്ഞിരിക്കാം, നിങ്ങളൊരിക്കലും പറിച്ചു കളയരുത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? അവരെ ഈ ബലിപീഠത്തിൽ കൊടുക്കണം, കുർബാനയിൽ കൊടുക്കണം. എൻ്റെ മക്കളെ, ഇത് ഒരു ആത്മീയ ദൂത കേട്ടോ. ഇത് ആത്മീയ ദൂത. നിൻ്റെ കൂടെയുള്ളവരുടെ ജീവിതത്തിന് നിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ബലം നീ കൊടുക്കണം. അതാണ് പിന്നെ ഈശോ ആഗ്രഹിക്കുന്നത് കേട്ടോ. പുറപ്പാട് പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. അമലേക്കരും ഇസ്രായേൽ ജനവും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. പുറപ്പാട് 17:12. അവിടെ അമലേക്കരും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഇസ്രായേൽ ജനം ജയിക്കുന്നു. മോശയുടെ കരം താഴുന്ന സമയത്തെല്ലാം ഇസ്രായേൽ ജനം പരാജയപ്പെടുക. ഈ സമയത്താണ് അഹ്റോനും ഹൂറും, പുറപ്പാട് 17:12 അഹ്റോനും ഹൂറും ഒരു കല്ല് നീക്കിയിട്ട് ആ കല്ലിൻ്റെ മുകളിൽ മോശ ഇരുത്തിയിട്ട് ആ മോശയുടെ ഒരു കൈ അഹ്റോനും മറു കൈ ഹൂറും പിടിച്ച് ഉയർത്തി നിർത്തും. സൂര്യാസ്തമയം വരെ മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നു എന്നാണ് പറഞ്ഞത്. വചനത്തിൽ എഴുതിയിരിക്കുന്നത് സൂര്യാസ്തമയം വരെ മോശയുടെ കര ഉയർന്നു നിന്നു. ഇസ്രായേൽ ജനം ആ യുദ്ധത്തിൽ ജയിച്ചു. നിൻ്റെ കൂടെയുള്ളവരുടെ ജീവിതം ചിലപ്പം താഴാം. മനസ്സിലായോ? അത് പ്രാർത്ഥനയിൽ ചിലപ്പോൾ കുറവ് വരാം, സ്നേഹത്തിൽ കുറവ് വരാം, മനസ്സിലായോ? നിന്നോടുള്ള പരിഗണനയിൽ കുറവ് വരാം, മനസ്സിലായോ? ഒരു സ്വഭാവത്തിൽ ഒരു പക്ഷേ ഒന്ന് കുറവ് വരാം. നീ ഒരിക്കലും
ആ കുറവ് കണ്ടിട്ട് നീയും താണു പോകരുത്. നിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ബലം ആ വ്യക്തിക്ക് കൊടുക്കണം. നീ പ്രാർത്ഥിക്കണം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ബലം കൊടുക്കണം, ഉയർത്തണം, ആ വ്യക്തിയെ ഉയർത്തണം, യേശുവിൻ്റെ കയ്യിലേക്ക് ഉയർത്തണം, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തി കൊടുക്കണം. പറ്റുമോ? അത് ലോകത്തിൻ്റെ അരൂപയിൽ നിൽക്കുന്നവർക്ക് പറ്റില്ല. ശരിയാ, ലോകത്തിൻ്റെ അരൂപയിൽ നിൽക്കുന്നവർക്കത് പറ്റില്ല. ഒരു വൈദികനായ ഞാൻ എന്ത് ചെയ്യണം? വൈദികനായ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിൽ പള്ളിയിൽ വരാത്തവരുണ്ട്, കുർബാന ഇല്ലാത്തവരുണ്ട്, കുമ്പസാരിക്കാത്തവരുണ്ട്, പിന്നെ പ്രാർത്ഥന ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരൊക്കെ പിശാചാണ്, അവരൊക്കെ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ഞാനായിരിക്കും ആദ്യം നരകത്തിൽ പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു വൈദികനായ ഞാൻ അവരെ എൻ്റെ പ്രാർത്ഥനയിൽ സ്വർഗത്തിലേക്ക് ഉയർത്തണം, എൻ്റെ പ്രാർത്ഥനയിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തണം. അത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അതാണ് ചെയ്യേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, മോശ അതാകൊണ്ട് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ ജനം തോറ്റപ്പോൾ മോശയുടെ കരം ഉയർന്നു. മോശയുടെ കരം കൈ കഴച്ചപ്പോൾ അഹ്റോനും ഹൂറും മോശയുടെ കരത്തെ ഉയർത്തണം. കൂടെയുള്ളവരെ, ഭർത്താവിൻ്റെ കുറവുകളെ ഭാര്യ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തി കൊടുക്കണം. ഭാര്യയുടെ കുറവുകളെ ഭർത്താവ് പ്രാർത്ഥനയാക്കി മാറ്റി ഉയർത്തി കൊടുക്കണം. അപ്പോഴാണ് അവിടെ ദൈവകൃപ ഇറങ്ങി വരുന്നത്. മനസ്സിലായോ? ദൈവകൃപ ഇറങ്ങി വരും. വേണം. ലൂക്ക 22:31-32 വചനം പറയുന്നുണ്ട്. അവിടെ ഈശോ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പറയുന്നത്. ഈശോ പറയാ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഈശോ പറയാ, പത്രോസേ, പിശാച് നിന്നെ പിടിക്കാൻ നോക്കിയടാ. കാരണം എന്താ? നിൻ്റെ ജീവിതത്തിലൊരു കുറവ് വന്നു, പ്രാർത്ഥനയുടെ ഒരു കുറവുണ്ടായി, ഈ ലോകാരൂപിയിലേക്കുള്ള ഒരു ചായ്വുണ്ടായി, ലോകത്തിലെ ചിന്തകളെ നീ ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കുറവ് നിന്നിലേക്ക് വന്നപ്പോൾ പിശാച് നിന്നെ പിടിക്കാൻ നോക്കി. പക്ഷേ ഈശോ പറയാ, അങ്ങനെ പിശാച് നിന്നെ പിടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ മക്കളെ, ഇത് നീ നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഒന്ന് എടുക്കാമെന്നുണ്ടല്ലോ, നിൻ്റെ ദാമ്പത്യ ജീവിതം പുഷ്പം പോലെ ശോഭിക്കും. ശരിയാ, പുഷ്പം പോലെ, പരാതി ഉണ്ടാവില്ല അവിടെ. മനസ്സിലായോ മക്കളെ? ഞാനിത് പറയുന്നത് കുറേ ഇങ്ങനെ കെട്ടുകഥ ചമച്ച് പറയുകയല്ല, അല്ലെങ്കിൽ ഊഹാപോഹം പറയുകയല്ല. ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുക. പല കുടുംബങ്ങളിലും ദൈവകൃപ ഇറങ്ങി വന്നതിൻ്റെ വെളിച്ചത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നോ ഞാനിത് നിങ്ങളോട് പറയുന്നത്. മദ്യപിച്ച് ബോധമില്ലാതെ കട്ടിലേൽ കിടക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ കാൽച്ചുവട്ടിലിരുന്നു കൊണ്ട് യാതൊരു പരാതിയും പറയാതെ, ദൈവമേ, നീ എനിക്ക് ഇങ്ങനൊരു മനുഷ്യനാണല്ലോ തന്നത്, എനിക്ക് എന്തോ നല്ല ആലോചനകൾ വരേണ്ടതായിരുന്നു, പക്ഷേ ഈ മനുഷ്യനാണല്ലോ നീ എനിക്ക് ഭർത്താവായി തന്നത് എന്ന് അങ്ങനെയുള്ള ഒരു പരാതി പോലും പറയാതെ മദ്യപിച്ച് കിടക്കുന്ന തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലിരുന്നു കൊണ്ട് കൊന്ത ഉയർത്തിപ്പിടിച്ച് കൊന്ത ചൊല്ലി കർത്താവിൻ്റെ കരങ്ങളിൽ, പരിശുദ്ധ അമ്മ വഴി യേശുവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ഭർത്താവിനെ കൊടുത്ത് പ്രാർത്ഥിച്ച ചില ഭാര്യമാരുടെ അനുഭവത്തിൽ നിന്ന് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഒരു ഭാര്യ പ്രാർത്ഥിച്ചപ്പോൾ മക്കളെ, ആ ഭാര്യയുടെ പ്രാർത്ഥന സ്വർഗം കേട്ടതിൻ്റെ ഫലമാണ് ആ ബോധമില്ലാതെ കിടന്ന ഭർത്താവ് ഇന്ന് സുബോധത്തോടു കൂടെ ഈ ബൈബിളുണ്ടല്ലോ, ഈ ബൈബിൾ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് യേശുവാണ് ഏക ദൈവം, യേശുവാണ് ഏകരക്ഷകൻ, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ലോകം മുഴുവനും പറയുന്ന ഒരു വലിയ സുവിശേഷകനായിട്ട് മാറിയത്. തള്ളിക്കളയായിരുന്നു ഈ വ്യക്തിക്ക്, ഉപേക്ഷിക്കായിരുന്നു. എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് ലോകം പറയുന്ന പോലെ ഡിവോഴ്സിലേക്ക് നീങ്ങായിരുന്നു. അതെല്ലാം നീങ്ങിയത്. മക്കളെ, എനിക്കിത് പറയുമ്പോൾ ഉണ്ടല്ലോ എന്താണെന്നറിയത്തില്ല, ഒരു ആനന്ദം നിറയുക. അതിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു സന്തോഷം നിറയുക. ആ സന്തോഷത്തിൽ നിന്ന് നിങ്ങളോട് പറയുക. ഇത് ലോകത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ദൈവകൃപ ഒരു വ്യക്തിയിൽ ഇറങ്ങിയാലുണ്ടല്ലോ, ദൈവകൃപ ഇറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ കൂടെയുള്ളവൻ്റെ കുറവും ആ കുറവിനെ സ്വന്തം കുറവായിട്ട് കണ്ട് ദൈവസന്നിധിയിലേക്ക് അത് പ്രാർത്ഥനയാക്കി മാറ്റും. അതാണ് ഇവിടെ ഈശോ പറഞ്ഞത്. പത്രോസ്, എൻ്റെ ജീവിതത്തിലൊരു കുറവുണ്ടായിരുന്നു, ഞാനിത് കണ്ടു, ഞാനിത് പ്രാർത്ഥനയാക്കി. ഇനി ശിഷ്യന്മാരെ, നിൻ്റെ സഹോദരന്മാരെ ബലപ്പെടുത്തണം. മനസ്സിലായോ? അതങ്ങനെ നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തറിയോ, അതായത് പലപ്പോഴും ഒരു അബദ്ധമുണ്ട്. അതായത് എനിക്ക് സ്വർഗത്തിലെത്തണം, ശരിയാ, നല്ലതാ, ഞാൻ സ്വർഗത്തിലെത്തണം. പക്ഷെ ഞാൻ മാത്രം എത്തിയാൽ പോരാ. ഞാൻ മാത്രം എത്തിയാൽ പോരാ. ഒരു വൈദികനെ അൽഫോൺസ് അച്ഛനായി ഞാൻ പറയുകയാണ് എനിക്ക് സ്വർഗത്തിലെത്തണം. ഈശോ പറയാ, എടാ അൽഫോൺസേ, നീ മാത്രം എത്തിയാൽ പോരാ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ആര്യങ്കാവ്, റോസ്മല, നെടുമ്പാറ ഇടവക ജനമുണ്ട്, അവരെയും കൂടെ നീ കൊണ്ടുപോകണം സ്വർഗത്തിൽ. അൽഫോൺസെ, നീ മാത്രം എത്തിയാൽ പോരാ, നിന്നെ ഒരു സഭയുള്ള ഒരു വൈദികനായിട്ട് ഞാൻ നിർത്തിയിരിക്കുമ്പോൾ ആ സഭാ മക്കളെ നീ സ്വർഗത്തിൽ എത്തിക്കണം. എൻ്റെ ജോലി അതാ. ഞാൻ മാത്രം സ്വർഗത്തിലെത്തിയാൽ പോരാ, ഭർത്താവായ നീ മാത്രം സ്വർഗത്തിലെത്തിയാൽ പോരാ, നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കളെയും നിൻ്റെ പ്രാർത്ഥന കൊണ്ടും നല്ല ജീവിതം കൊണ്ടും നിൻ്റെ പരിത്യാഗ പ്രവൃത്തി കൊണ്ടും സ്വർഗത്തിലേക്ക് എത്തിക്കണം. ഭാര്യയെ നീ തിരിച്ചും അങ്ങനെ ചെയ്യണം. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ആ ഒരു കുടുംബത്തെ നിൻ്റെ പ്രാർത്ഥന കൊണ്ടും നല്ല ജീവിതം കൊണ്ടും സ്വർഗത്തിലേക്ക് എത്തിക്കണം. ഞാനും നീ മാത്രം സ്വർഗത്തിലെത്തുക, അങ്ങനെ ചിന്തിക്കല്ലേ. പലപ്പോഴും പലരുടെ ഒരു വിചാരം അതാ, എനിക്ക് സ്വർഗത്തിലെത്തിയാൽ മതി, എനിക്ക് യേശുവിൻ്റെ അടുക്കൽ എത്തിയാൽ മതി. ശരിയാ, നീ എത്തണ്ടെന്ന് പറയുന്നത് എത്തണം, ഞാനും നീയൊക്കെ എത്തണം. പക്ഷേ എൻ്റെ പിന്നാലെ ഒരു സമൂഹമുണ്ട്, എൻ്റെ വേണ്ടപ്പെട്ടവരുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ കൂട്ടായ്മയുണ്ട്, എൻ്റെ ഇടവക സമൂഹമുണ്ട്, എൻ്റെ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. അവരെയും കൂടെ എന്നിലൂടെ അവരും സ്വർഗത്തിലെത്തണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതാണ്. അത് എസെക്കിയേൽ 33:6-9 എൻ്റെ മക്കളെ, അതിന് എതിരായിട്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു ശിക്ഷയുടെ വചനമുണ്ട്. എസെക്കിയേൽ 33:6-9 വരെ വചനം പറയുകയാണ്, വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരിക്കുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ പള്ളിയിൽ ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഇല്ലാതെ, വിശുദ്ധ കുർബാനയ്ക്ക് വരാതെ, പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ടിട്ട് ഞാൻ പുറം തിരിച്ച് നടക്കുകയല്ല വേണ്ടത്. പിന്നെയോ ആ വ്യക്തിയെ കൂടെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടുന്ന എന്തൊക്കെ മാർഗമുണ്ടോ, എന്തൊക്കെ ആത്മീയമായ മാർഗമുണ്ടോ അതെല്ലാം ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ചെയ്യണം. പരിത്യാഗ പ്രവൃത്തി ചെയ്യണം, നോമ്പെടുക്കണം, ഉപവസിക്കണം. ഭർത്താവിനെ മദ്യപാനം മാറാനായിട്ട് ഭാര്യ എന്നും വികാരിയച്ഛനോട് പറയുക, അച്ഛാ, എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനക്കാരോട് പറയാണ്, പ്രാർത്ഥനക്കാരെ, എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ധ്യാന കേന്ദ്രങ്ങളെല്ലാം ഭാര്യ പോവുക. എന്തിനാ? ഭർത്താവിനെ മദ്യപാനം മാറാൻ. പോണ്ടെന്ന് പറയുന്നില്ല, പോണം. വൈദികനോട് പ്രാർത്ഥന ചോദിക്കണം. പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോട് പ്രാർത്ഥന ചോദിക്കണം. അതോടൊപ്പം തന്നെ നീയും നിന്റെ ജീവിതത്തിൽ ചില പരിത്യാഗ പ്രവൃത്തി ചെയ്യണം. നോമ്പെടുക്കണം, നീ ഉപവസിക്കണം, നീ കൊന്ത ചൊല്ലണം, നീ കുരിശിന് വഴി നടത്തണം, ദൈവകരുണയിൽ നീ ആശ്രയിക്കണം. വിശുദ്ധ കുർബാനയിൽ നീ ആദ്യ അവസാനം പങ്കുകൊള്ളണം. വിശുദ്ധ കുർബാന നീ സ്വീകരിക്കണം. അറിഞ്ഞുകൊണ്ടൊരു മാർഗപാപത്തിൽ വീഴാതെ നിന്നെ തന്നെ നീ എളിമപ്പെടുത്തി പരിശുദ്ധിയിൽ വിശുദ്ധിയിൽ നീ ജീവിക്കണം. നിന്റെ ശരീരത്തെ പാപത്തിൻ്റെ മലിനതയിൽ വീഴാതെ നീ കാത്തുകൊള്ളണം. അങ്ങനെ നീ ഒരു പരിത്യാഗ പ്രവൃത്തിയിലേക്ക് നീ കാലെടുത്ത് വെക്കണം. എന്തിനാ? നിന്റെ ഭർത്താവിൻ്റെ ഈ തെറ്റായ ജീവിതം മാറാൻ. തിരിച്ചും അത് തന്നെ. നിന്റെ ഭാര്യയുടെ ചില വഴിവഴിച്ച ജീവിതങ്ങൾ മാറാൻ വേണ്ടി നീ എല്ലാ പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥന സഹായം ചോദിക്കുകയല്ല, ചോദിക്കണം. അതോടൊപ്പം എൻ്റെ പ്രിയമുള്ള മക്കളെ, നീ ഇങ്ങനെ പലപ്പോഴും എങ്ങനെയാണെന്നറിയാമോ, പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് നിയോഗം തരും. ഒരു നിയോഗം, ഒരു പേര് തന്നിട്ട് ഇന്ന വ്യക്തിക്ക് കുടുംബത്തിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കണം. എന്നിട്ട് ആ കുർബാന നിയോഗം തരും. കുർബാന നിയോഗം, അതിൻ്റെ പൈസയും തരും. വികാരിയച്ഛന് കൊടുക്കും. നല്ല കാര്യം, കൊടുത്തോ. എന്നിട്ട് ഞാനിങ്ങനെ കൈയും കെട്ടിയിരിക്കും. മനസ്സിലായോ? വികാരിയച്ഛന് ഞാൻ കുർബാന നിയോഗം കൊടുക്കും. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ എല്ലാ സഹായവും കിട്ടണം, ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണം, പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കൊരു ജോലി വേണം, എന്തെങ്കിലും നിയോഗം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു നിയോഗം എഴുതിയിട്ട് വികാരിയച്ഛൻ്റെ കയ്യിൽ, പിന്നെ കുർബാന ചൊല്ലുന്ന അച്ഛൻ്റെ കയ്യിലും കൊടുത്ത് പൈസയും കൊടുക്കും. എന്നിട്ട് ഞാനിങ്ങനെ കൈ കെട്ടിയിരിക്കും. നോ, അല്ല. നീ കുർബാന നിയോഗം നീ കൊടുക്കുന്നതോടൊപ്പം തന്നെ നിൻ്റെ ഒരു പ്രയത്നം കൂടെ ഉണ്ടാകണം. മനസ്സിലായോ? അതായത് നീ കുർബാന നിയോഗം കൊടുത്തിട്ട് നീ ഇവിടെ കുർബാനയ്ക്ക് നിന്നിട്ട് ശ്രദ്ധയൊന്നുമില്ല, വേറെ പല വിചാരത്തോടാണ് നിൽക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് നിൽക്കുന്നത്.
അങ്ങനെയൊക്കെ നീ നിന്നിട്ട് നീ കുർബാന നിയോഗം കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ പൈസ പോയെന്ന് കൂട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. നിൻ്റെ പൈസ പോയി, മനസ്സിലായോ? നീ കുർബാന നിയോഗം കൊടുത്തു, പൈസയും കൊടുത്തു, അച്ഛൻ കുർബാന കൊല്ലും. കാരണം അച്ഛൻ്റെ ശുശ്രൂഷയാണത്, അച്ഛൻ്റെ ജോലിയാണ്, അച്ഛൻ്റെ കടമയാണ്. ഒരു വ്യക്തി നിയോഗം തരുമ്പോൾ ആ നിയോഗം ചൊല്ലി അൾത്താരിൽ സമർപ്പിച്ചുകൊണ്ട് ബലി അർപ്പിക്കേണ്ടത് അച്ഛൻ്റെ കടമയാണ്. അച്ഛനത് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു നന്മയും നിനക്ക് കിട്ടില്ല. എന്തുകൊണ്ടാണ്? നീ അനങ്ങാതെ ഇരുന്നു, ശ്രദ്ധയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു, അല്ലെങ്കിൽ നീ ഒന്ന് അതിനുവേണ്ടി ഒരുങ്ങിയില്ല, ഒന്ന് കുമ്പസാരിച്ചില്ല, പാപത്തിൽ തന്നെ നിൽക്കുന്നേ. മനസ്സിലായോ? നിൻ്റെയും കൂടെ ഒരു പരിശ്രമം ഇതിലുണ്ടാകണം, ഒരു പരിത്യാഗം. അവിടെ പറയുന്നേ, വാൾ വരുന്ന കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുടക്കാതിരിക്കുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനോട് ഞാൻ പകരം ചോദിക്കും. ഞാനും നീയും കാവൽക്കാരാ. നമ്മളുടെ കരങ്ങളിൽ ഇങ്ങനെ ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തെ കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കേണ്ട ഒരു കടമ എനിക്കുണ്ട്. വീണ്ടും പറയാം, എന്നാൽ മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. ഞാൻ ദുഷ്ടനോട്, ദുഷ്ടാ, നീ തീർച്ചയായും മരിക്കുമെന്ന് പറയുകയും അവൻ തൻ്റെ മാർഗത്തിൽ നിന്നും പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും. എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. നിൻ്റെ കടമയാണ് മറ്റുള്ളവരെ നന്മയിലേക്ക് വളർത്തുക, യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുക, സ്വർഗത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത്. നീ അത് ചെയ്യാതെ ജീവിച്ചു കഴിഞ്ഞാൽ, നീ അത് ചെയ്യാതിരിക്കുമ്പോൾ നീ എത്തിക്കേണ്ട ജനം എന്ത് ചെയ്യും? നശിക്കും. അങ്ങനെ നശിക്കുമ്പോൾ ആ ജനം നശിച്ചതിൻ്റെ പകരം കർത്താവ് നിന്നോട് ചോദിക്കും. നിൻ്റെ ഭർത്താവിനെ സ്വർഗത്തിൽ എത്തിക്കേണ്ട കടമ ഭാര്യയായി നിനക്കുണ്ട്. നീ അത് ചെയ്യാതെ നിൻ്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് എത്താതെ നരകത്തിലേക്ക് എത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവ് നരകത്തിൽ എത്തിയതിൻ്റെ ആ പ്രതികാരം കർത്താവ് നിന്നോട് വീട്ടും. നമ്മളിലൂടെ മറ്റുള്ളവരെ യേശുവിലേക്ക് എത്തിക്കണം കേട്ടോ. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി രണ്ടാമത് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം മത്തായി 10:41 മുതൽ കാണാം. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇല്ലേ? പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും, നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഈശോ സ്ലീഹന്മാരോട് പറയാണ്, ശിഷ്യരെ, നിങ്ങളെ ആര് സ്വീകരിക്കുന്നുവോ ആ സ്വീകരിക്കുന്നവർ നിങ്ങളെ അല്ല സ്വീകരിക്കുന്നത്, എന്നെ തന്നെ സ്വീകരിക്കുന്നത്. ഇല്ലേ? എന്നെ തന്നെ സ്വീകരിക്കുന്നത്. ലൂക്ക 10:16 വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വൈദികൻ നിങ്ങളോട് ദൈവവചനം പറയുമ്പോൾ നിങ്ങളത് ഹൃദയപൂർവ്വം സ്വീകരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ആ വൈദികൻ്റെ വാക്കല്ല സ്വീകരിക്കുന്നത്. പിന്നെ ആരെ സ്വീകരിക്കുന്നത്? ഈശോയുടെ വാക്കിനെ സ്വീകരിക്കുന്നത്. ഈശോയുടെ വാക്കിനെ സ്വീകരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഏവെങ്കിലും വായിക്കുമ്പോൾ മണിയും മറുവാസയും മെഴുകുതിരിയൊക്കെ എടുക്കുന്നത് എന്താ? മണിയൊക്കെ കിലുക്കി, മറുവാസ കിലുക്കി, മെഴുകുതിരിയൊക്കെ ഉയർത്തിപ്പിടിച്ച് ആഘോഷമായിട്ടാണല്ലോ ഏവെങ്കിലും വായിക്കുന്നത്. അതെന്താ? കാരണം ഏവെങ്കിലും എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനമാണ്. ഇല്ലേ? ഈശോയാണ് പറയുന്നത്. അവിടെ ഒരു അച്ഛൻ നിന്നാണിത് വായിക്കുന്നതെങ്കിലും ഈശോയാണ് അവിടെ വായിക്കുന്നത്. ഈശോ തൻ്റെ ജീവിതത്തെ പറഞ്ഞു തരികയാണ്. അപ്പോൾ അത് നീ സ്വീകരിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് നീ സ്വീകരിക്കുന്നത്. മനസ്സിലായോ? സഭയുടെ പ്രബോധനങ്ങളുണ്ട്, സഭയുടെ കൽപ്പനയുണ്ട്. പിതാവായ ദൈവം മോശ വഴി തന്ന 10 കൽപ്പനയുണ്ട്, സഭയുടെ കൽപ്പനയുണ്ട്, സഭയുടെ പ്രബോധനങ്ങളുണ്ട്. അതൊക്കെ നീ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ നിൽക്കാതെ അതൊക്കെ നീ സ്വീകരിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ കർത്താവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തോലിക പാരമ്പര്യമുള്ള സഭയുടെ പ്രബോധനങ്ങളെ നീ അംഗീകരിക്കുന്നത് വഴി, നീ അവയെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുന്നത് വഴി നീ യേശുവിനെ തന്നെയാണ് ഏറ്റെടുക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, അപ്പോസ്തോലിക പാരമ്പര്യമുള്ള സഭയുടെ പ്രബോധനങ്ങളെ, സഭയുടെ പഠിപ്പിക്കലുകളെ, സഭയിലെ പൗരോഹിത്യത്തെ, അതിൻ്റെ വെളിപാടുകളെ നീ ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ നീ യേശുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത് കേട്ടോ.
അത് ലൂക്ക 10:16 പറയുന്നില്ലേ, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു. ഒരു അച്ഛൻ ഇവിടെ ഇരുന്ന് ഒരു വചനം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അച്ഛൻ്റെ വാക്കല്ല നീ കേൾക്കുന്നത്, യേശുവിൻ്റെ വാക്കാണ്. അത് നീ അംഗീകരിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ യേശുവിനെ തന്നെയാണ് നീ സ്വീകരിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. യോഹന്നാൻ 13:20 വീണ്ടും പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. അതായത് ഒരു വൈദികൻ ഈ ദേവാലയത്തിൽ നിന്ന് വചനം പറയുമ്പോൾ ആ വൈദികനെ അയച്ചത് ദൈവം തന്നെയാണ്. കർത്താവ് തന്നെയാണ് ആ ഒരു വൈദികനെ ഒരു ദേവാലയത്തിലേക്ക് അയക്കുന്നത്. ഒരു സഭാ ശുശ്രൂഷയിലേക്ക് ഒരു വൈദികൻ ഒരു മെത്രാൻ അഭിഷേകം സ്വീകരിച്ച് സഭാ ശുശ്രൂഷയിലേക്ക്, സഭയുടെ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കളെ, കർത്താവ് തന്നെയാണ് ആ മെത്രാനെ അവിടെ അയക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഒരു വാക്ക് കേൾക്കുമ്പോൾ അത് ദൈവം തന്നെയാണ് പറയുന്നത്, കർത്താവ് തന്നെ പറയുന്ന വാക്കാണ്. അതങ്ങനെ കണ്ട് സ്വീകരിക്കണം കേട്ടോ. അങ്ങനെ നീ സ്വീകരിക്കുമ്പോൾ ഉണ്ടല്ലോ യേശുവിനെ തന്നെ സ്വീകരിക്കുന്നത്. എന്നാൽ ഇതിന് നേരെ വിപരീതം സംഭവിക്കാം. നീ ലോകത്തിൻ്റെ വാക്കുകളാണ് നീ കേൾക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ലോകത്തിൻ്റെ വാക്കുകളാണ് കേൾക്കുന്നതെങ്കിൽ നീ ലോകത്തിൻ്റെ ഒരു അരൂപയുണ്ട്, ആ അരൂപയെയാണ് നീ സ്വീകരിക്കുന്നത് കേട്ടോ. നേരെ തിരിച്ച് ലോകത്തിൻ്റെ വാക്കുകൾ, ലോകത്തിൻ്റെ ചിന്തകളാണ് നിൻ്റെ വേദപാഠം. ലോകം പറയുന്നതാണ് നിനക്ക് മുഖ്യം. ലോകം കാണിച്ചു തരുന്ന വഴികളാണ് നിൻ്റെ വഴികൾ. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ ലോകത്തിൻ്റെ ഒരു അരൂപയുണ്ട്, ഒരു ദുഷ്ടാരൂപയുണ്ട്. ആ ദുഷ്ടാരൂപിയിലേക്ക് അതിനെയാണ് നീ സ്വീകരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ കാണും. എല്ലാവരും പറയുന്നത് വേദവാക്യമാണെന്ന് പറഞ്ഞ് ജീവിക്കല്ലേ. ഈ ലോകത്തിലെ മനുഷ്യരുണ്ടല്ലോ, അവർ പല കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. സഭയ്ക്ക് വെളിയിൽ ജീവിക്കുന്നവരൊക്കെ പല കാര്യങ്ങളൊക്കെ പറയും, എല്ലാം സത്യമാണെന്ന് വിചാരിക്കരുത്. ഈ സഭയുടെ നന്മ അറിയാത്ത ചില വ്യക്തികളൊക്കെ ഇരുന്ന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ന്യൂസ് റൂമിലോ ഒക്കെ ഇരുന്ന് സഭയ്ക്കെതിരായിട്ടൊക്കെ ഓരോന്നൊക്കെ പറയും. അതൊക്കെ കേട്ടിട്ട് അയ്യോ ഇത് സഭ തകർന്നു, സഭ ഇങ്ങനെയാണോ മക്കളെ ചിന്തിക്കരുത്. അത് ലോകത്തിൻ്റെ അരൂപയിൽ നിൽക്കുന്നവരാ, പിശാചിൻ്റെ ഏജൻറ്റാണ്. ഞാൻ അങ്ങനെ പറയുന്നത്. ഈ ന്യൂസ് റൂമിലൊക്കെ ഇരുന്നും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ ക്രിസ്തുവിനെതിരെയും ക്രിസ്ത്യാനിക്കെതിരെയും എന്നൊക്കെ ഓരോന്ന് ഇങ്ങനെ പടച്ചു വിടുമ്പോൾ ഉണ്ടല്ലോ, അവനൊക്കെ പിശാചിൻ്റെ ഏജൻറ്റാണ്. അങ്ങനെയുള്ളവനൊക്കെ അങ്ങനെ ആ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുകയാണ്, കൂട്ടത്തിലായി പോവുകയാണ് കേട്ടോ. അത് ഈ സുഭാഷിതം 13:20 വചനമുണ്ട്, വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായി തീരുന്നു, ഭോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും. നീ നല്ല ചിന്തകളുമായിട്ട് ജീവിക്കുന്നവരോട്, സഭയോട് ചേർന്ന് നീ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കണം. യേശു പഠിപ്പിച്ചത് ജീവിക്കാനായിട്ട് നീ ശ്രമിക്കണം. വിശുദ്ധ ബൈബിൾ അനുസരിച്ച് നിൻ്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തണം. അങ്ങനെ നീ നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴുണ്ടല്ലോ, അങ്ങനെ നീ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ വചനം പറയുകയാണ്, വിവേകികളോട് സംസർഗം ചെയ്യുന്നവന് വിവേകിയെ തീരും. എൻ്റെ മക്കളെ, ദൈവകൃപയുള്ളവരോട് കൂടെ നീ ജീവിക്കുമ്പോൾ നീയും ദൈവകൃപ നിറയും. പരിശുദ്ധ അമ്മയുടെയും എലിസബത്തിൻ്റെയും ജീവിതം കണ്ടാൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ കാണാൻ ചെല്ലുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു എന്ന് പറഞ്ഞില്ലേ? എങ്ങനെ പറഞ്ഞേ? അതായത് എലിസബത്ത് മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശുവായ യോഹന്നാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു തുള്ളിച്ചാടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവകൃപയുള്ളവരുമായിട്ട് ഞാൻ സംസർഗം ചെയ്യുമ്പോൾ അവരിലുള്ള ദൈവകൃപ എന്നിലും നിറയും. നല്ല വ്യക്തികളുമായിട്ട്, സഭയോട് ചേർന്ന് ജീവിക്കുന്നവരുമായിട്ട്, വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നവരുമായിട്ട്, യേശുവിനെ സ്നേഹിക്കുന്നവരുമായിട്ട്, യേശു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന തീരുമാനമെടുത്ത് ജീവിക്കുന്ന അനേക മനുഷ്യരുണ്ട്. അവരുമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ കൂട്ടുപിടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവരിലുള്ള ദൈവിക നന്മ എന്നിലേക്ക് വരും. ഇത് പകർന്നു വരുന്നതാണ്. ഈ ദൈവിക നന്മ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പകർന്നു വരുന്നത്. അതായത് എൻ്റെ കൂടെയുള്ളൊരു വ്യക്തിയിൽ ദൈവകൃപയുണ്ടെങ്കിൽ ആ ദൈവകൃപയുള്ള വ്യക്തിയുമായിട്ട് ഞാൻ ഇടപെടുമ്പോൾ ആ കൃപ ഓട്ടോമാറ്റിക്കായിട്ട് എന്നിലേക്ക് വരും. അത് ഉറപ്പായ കാര്യമാണ് പറഞ്ഞത്. എന്നിലേക്കും വരും ആ കൃപ. മനസ്സിലായോ?
എൻ്റെ മക്കളെ. എന്നാൽ തിരിച്ചാണ്, ഈ ലോകത്തിലെ എല്ലാ കൊള്ളരുതായ്മയും കാണിച്ച് ജീവിക്കുന്നതിൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ആ ട്രാക്കിലേക്ക് പോകും. മനസ്സിലായോ? പലപ്പോഴും ഈ ചില പലപ്പോഴും നമ്മുടെ പെൺമക്കളൊക്കെ ഈ ചില തെറ്റായ ചില ബന്ധങ്ങളിലേക്ക് പെടുമ്പോഴാണ് അവരവരുടെ മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അതിലേക്ക് പോകുന്നത്. കാരണം എന്താ? ആ ഒരു തെറ്റായ ബന്ധത്തിലായപ്പോൾ അത് മതി, അതാണ് ഏറ്റവും വലുത്. മനസ്സിലായോ? അതാണ് ദുഷ്ടരോട് ഭോഷരുമായി കൂട്ടുകൂടുന്നവർക്ക് ഉപദ്രവം നേരിടുമെന്ന് പറഞ്ഞേ അല്ലേ? സുഭാഷിതം 13:20. ഭോഷരുമായി അല്ലേ? ആ ഒരു തെറ്റായ ബന്ധത്തിൽ പെട്ടപ്പോൾ അത് മതി, അതാണ് വലുത്, അതാണ് വലുത്. പക്ഷേ ഇപ്പുറത്തുള്ളൊരു വലിയ നന്മയുണ്ട്, അപ്പനും അമ്മയും എന്നൊരു വലിയ നന്മ, അവരോട് ലഭിച്ച വിശ്വാസം, ക്രിസ്തീയ ജീവിതം, യേശു എന്നൊരു വലിയ നന്മയുണ്ട്. യേശു എന്ന ഒരു വലിയ നന്മയെ ഉപേക്ഷിച്ചുകൊണ്ടും മാതാപിതാക്കളുടെ സ്നേഹമാകുന്ന ഒരു വലിയ നന്മയെ ഉപേക്ഷിച്ചുകൊണ്ടും ഇന്നലെ കണ്ട ചില തെറ്റായ ചില ബന്ധങ്ങളുടെ പുറകെ നമ്മുടെ പെമ്മക്കൾ പോവുകയാണ്. തിരിച്ച് പലപ്പോഴും നമ്മുടെ ആൺകുട്ടികളും അങ്ങനെയൊക്കെ അവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. യേശുവിനെ ഉപേക്ഷിക്കുന്ന ഒരു കാര്യത്തിലേക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റരുത്. യേശുവിനെ ഉപേക്ഷിക്കുന്ന ഒരു വഴിയിലേക്കും നിങ്ങൾ പോകരുത്, ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ നീങ്ങരുത് കേട്ടോ. ഈശോയുടെ കൂടെ. അത് സുഭാഷിതം 22, 24, 25 വചനം പറയുന്നുണ്ട്. കോപശീലനോട് സൗഹൃദം പാടില്ല, രോഷാകുലനോട് ഇടപെടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. കണ്ടോ, നമ്മുടെ കൂടെ ഇപ്പം ഞാനിപ്പോൾ ഒരു മദ്യപിക്കുന്ന ഒരു കൂട്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആദ്യം 1, 2, 3 അല്ലെങ്കിൽ ഒരു ആഴ്ചകളോ മാസങ്ങളോ ഞാനൊരു പക്ഷേ അവരുടെ പ്രവൃത്തി ചെയ്തില്ലെങ്കിലും പതുക്കെ ഞാൻ അതിലേക്ക് വീഴാം. ശ്രദ്ധിച്ചോണേ. ഞാനൊരു മദ്യപിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരും, എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും മദ്യപിക്കുന്നത്, ഞാൻ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാത്തത്, ഈ മദ്യപാനം ഇല്ലാത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കുറച്ച് നാൾ ഞാനിങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിരിക്കും, പക്ഷേ പിന്നീട് ഞാനതിൽ വീഴും. കാരണം എന്താണെന്ന് അറിയാം? ഇവരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. പതുക്കെ ഞാനതിൽ വീഴും. അവസാനം എന്താ അറിയാമോ? അവരെക്കാളും വലിയൊരു അപകടത്തിലേക്ക് ഞാൻ എത്തപ്പെടും. അതാണ് കോപശീലനോട് സൗഹൃദം പാടില്ല, രോഷാകുലനോട് ഇടപെടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ ശീലങ്ങൾ കണ്ടു പഠിക്കും. ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയേക്കുക. ബൈബിൾ വളരെ നല്ല വടിവത്ത അക്ഷരത്തിൽ എഴുതിക്കുക. നീ അവൻ്റെ ശീലങ്ങൾ പഠിക്കും, കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും കേട്ടോ എൻ്റെ പൊന്നുമക്കളെ. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾ അതിലേക്ക് വീഴാതെ, മനസ്സിലായോ? അതിലേക്ക് വീഴാതെ ചില തെറ്റായ ചില ഫോൺ സംഭാഷണങ്ങൾ, രാത്രി കാലങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ചില ഫോണിലെ സംഭാഷണങ്ങൾ, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. ഈ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ 24 എന്ന ചാനലിൽ ഈ നൈറ്റ് ലൈഫ് വേണമെന്നൊരു കൂട്ടർ പറയുന്നു, വേണ്ടെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ആ സ്ട്രെസ്സൊന്ന് മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നൈറ്റ് ലൈഫിലേക്ക് പോകുന്നത്. എൻ്റെ പൊന്നുമക്കളെ, സിറ്റിയിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സിറ്റിയിൽ ജീവിച്ച് വളർന്ന ആ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഇതൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും അങ്ങനെയുള്ള ചില ലഹരി പദാർത്ഥങ്ങളുമാണ്. ചില തെറ്റായ ചില വഴിപിഴച്ച ബന്ധങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത്. ഈ നൈറ്റ് ലൈഫിനെ പൊക്കി പിടിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ശരിയാ, വന്നോട്ടെ. പക്ഷേ ഇതിനകത്തേക്ക് നീ ഒന്ന് ഇറങ്ങിയാൽ, ഇത് കണ്ടതുകൊണ്ടാണ് പറഞ്ഞേ, സിറ്റി ലൈഫ് അടുത്ത് നിന്ന് കണ്ട ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ അകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് സ്വഭാവം എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ചില തെറ്റായ ചില ബന്ധങ്ങൾ, തെറ്റായ ചില ശാരീരിക ബന്ധങ്ങൾ. പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു ബെഡ്റൂമിൽ ഭാര്യയും ഭർത്താവും നടത്തേണ്ട പല കാര്യങ്ങളും പച്ചയ്ക്ക് നടത്തുകയാണ്. തുറന്നു പറയുകയാണെങ്കിൽ ഇതെൻ്റെ രോക്ഷമാണ്. ഞാൻ നിങ്ങളോട് എൻ്റെ രോക്ഷത്തിൻ്റെ പുറത്താണ് പറയുന്നത്. ഭാര്യയും ഭർത്താവ് ഒരു ബെഡ്റൂമിൽ കാണിക്കേണ്ടതൊക്കെ പച്ചയ്ക്ക് നടുറോടി കാണിക്കുന്നതാണ് ഈ നൈറ്റ് ലൈഫിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നൈറ്റ് ലൈഫിൻ്റെ അകത്തുള്ള സ്വഭാവം ഇതിനെ പൊക്കി പിടിക്കുക, ഇത് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീ പോകുമ്പോൾ നീ ഒരു പക്ഷേ ആദ്യമൊന്നും ചിലപ്പോൾ അതിലേക്ക് നോക്കില്ലായിരിക്കും, ആദ്യമൊന്നും അതിലേക്ക് കാല് വെക്കില്ലായിരിക്കും. പതുക്കെ നീ അതിനുള്ളിലായി പോകും.
നീ അവൻ്റെ ശീലങ്ങൾ കണ്ടുപിടിക്കും. സുഭാഷിതം 22, 24, 25 വചനങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, എൻ്റെ കൂടെയുള്ളവരുടെ കുറവുകളെ കണ്ടിട്ട് അവരെ തള്ളിക്കളയാൻ എളുപ്പമാണ്. പക്ഷെ തള്ളിക്കളയല്ല, അവരെ ആ കുറവ് എൻ്റെ സ്വന്തം കുറവായി കണ്ടുകൊണ്ട് അത് പ്രാർത്ഥനയാക്കി മാറ്റണം. അപ്പോൾ ഞാൻ അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കും. രണ്ടാമത് നമ്മൾ കണ്ടത്, നമ്മൾ സഭയുടെ വാക്ക് കേൾക്കണം. ഈ ഇങ്ങനെ ന്യൂസ് റൂമിലിരുന്നും സോഷ്യൽ മീഡിയയിലൂടെ ആരെങ്കിലുമൊക്കെ വെച്ച് വിളമ്പുന്നത് കണ്ടിട്ട് ഇതാണ് സത്യമെന്നല്ല. സഭ എന്താ പറയുന്നത്, ക്രിസ്തീയതയെപ്പറ്റി, ക്രിസ്തുമതത്തെപ്പറ്റി, ഈശോയെപ്പറ്റി സഭ എന്താ പഠിപ്പിക്കുന്നത്, സഭയുടെ പ്രബോധനങ്ങൾ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC, കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച്, അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ആ പുസ്തകം വേണം. ഒരു സംശയം വന്നു, നമുക്കൊരു ആത്മീയ സംശയം വന്നാൽ നമുക്ക് നോക്കാൻ സഭ തന്നിരിക്കുന്ന ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അതിന് മലയാളമുണ്ട്, ഇംഗ്ലീഷുമുണ്ട്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. അത് എല്ലാ വീട്ടിലും വേണം. ബൈബിളിനോടൊപ്പം അതും വെക്കണം, നോക്കണം. ബൈബിൾ വായിക്കണം, വചനം വായിക്കണം. സഭ എന്താണ് പറയുന്നത്, ഈശോ എന്താണ് പഠിപ്പിക്കുന്നത്, ആ വഴിയിലേക്ക് പോകണം. ലോകം പഠിപ്പിക്കുന്ന വഴിയിലേക്കല്ല, ലോകത്തിൻ്റെ കൂടെ അല്ല. സഭ പഠിപ്പിക്കുന്ന, ഈശോ പഠിപ്പിക്കുന്ന വിശുദ്ധ ബൈബിൾ അനുസരിച്ച്, കൽപ്പന അനുസരിച്ച്, സഭയുടെ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണം. അപ്പോഴാണ് അസാധാരണമായ ദൈവകൃപ എന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയും. മനസ്സിലായോ? നീ നിൻ്റെ ജീവിതത്തെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ക്രമപ്പെടുത്തി നോക്കുക. അസാധാരണമായൊരു ദൈവകൃപ നിൻ്റെ മുൻപിൽ ഇറങ്ങി വരുന്നത് നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ കഴിയും. ദൈവം നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. നിങ്ങൾക്ക് ആ ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമീൻ.